നമസ്കാരം, ഞാൻ പരമേശ്വര നമ്പൂതിരി. ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന ഒക്ടോബർ മാസത്തിലെ കാർത്തിക മുക്കാല രോഹിണി മകീരത്തര ഇടവക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അതേപോലെ തന്നെ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും, മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിട വരും. മോശഫലങ്ങളെ അറിയുവാൻ താല്പര്യമില്ലാത്തവരും വീഡിയോ കാണേണ്ടതില്ല. എന്തായാലും ഈ വരുന്ന ഒക്ടോബർ മാസത്തിൽ 17-ാം തീയതി വരെ ഇടവക്കൂറുകാർക്ക് സൂര്യൻ നിൽക്കുന്നത് 5-ലാണ്. 5-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല പറയുക. ശത്രു, ദുഃഖ, രോഗ, ദുരിതങ്ങൾ വന്നു ചേരുക. നമ്മൾ ആരും ആഗ്രഹിക്കാത്തൊരു ഫലമാണ്. ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുക. വിചാരിക്കാതെ തന്നെ ഓരോ രോഗദുരിതങ്ങൾ, പലവിധ വ്യാധികൾ, ധനപരമായിട്ടും ചെലവുകൾ കൂടുന്നൊരു കാലയളവിനെയാണ് 5-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് 17-ാം തീയതി വരെ മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിലത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ പഞ്ചാക്ഷരമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഈ 5-ൽ നിൽക്കുന്നതായിട്ടുള്ള സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. 17-ാം തീയതിക്ക് ശേഷം 6-ലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഫലമാണ് പറയുന്നത്. അതായത് 5-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പറയുന്ന ഫലത്തിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള വളരെ നല്ല ഫലമാണ് 6-ലേക്ക് സൂര്യൻ വരുമ്പോൾ. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും ഒക്കെ മോചനം വന്നു ചേരുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുക. അതായത് 5-ൽ നിൽക്കുമ്പോൾ സൂര്യനെ കൊണ്ട് ശത്രു, രോഗ, ദുഃഖ, ദുരിതങ്ങൾ വന്നു ചേരുന്ന ഫലത്തെയാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ 6-ലേക്ക് വരുമ്പോൾ ശത്രു, ദുഃഖ, രോഗശമനം, ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ്. ഏതെങ്കിലും വിധേന രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്കും ശമനം വന്നു ചേരുക. ഏതെങ്കിലും വിധേന വ്യാധികളും ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ, അതായത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ മോചനം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് 17-ാം തീയതിക്ക് ശേഷം 6-ലേക്ക് സൂര്യൻ വരുമ്പോൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന 2-ാം ഭാവത്തിലാണ് 20-ാം തീയതി വരെ ഇടവക്കൂറുകാർക്ക് ചൊവ്വ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. ധനപരമായിട്ട് ചോര ഭയം വന്നു ചേരുക. കള്ളന്മാർ നിമിത്തം തന്നെ നമ്മളുടെ ധനം നഷ്ടപ്പെട്ടു പോവുക, നമ്മൾ ചതിക്കപ്പെടുക. ഇപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഈ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലും കൈകാര്യം ചെയ്യുന്നത് ഓൺലൈൻ മുഖേനയാണല്ലോ. അപ്പോൾ ഈ ഓൺലൈൻ മുഖേനയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ധനപരമായിട്ട് നഷ്ടം സംഭവിക്കാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അഗ്നി സംബന്ധമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോഴും പ്രത്യേകിച്ചൊരു ശ്രദ്ധ വേണം. ഓരോ കാര്യങ്ങളെ ആലോചിച്ച് മനസ്സ് വിഷമിക്കുന്ന മനോവിചാര വ്യാധികൾ വന്നു ചേരുന്നൊരു ഫലം. വെറുതെ ആലോചിച്ച് മനസ്സ് വിഷമിക്കുക. ശത്രുക്കൾ നിമിത്തം തന്നെ ഓരോ ദുരിതങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെ 2-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. അത്ര നല്ല ഫലത്തെ അല്ല പറയുക. അപ്പോൾ അതുകൊണ്ട് ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മളെ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ, ഈ സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെയും നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. 20-ാം തീയതിക്ക് ശേഷം 2-ൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വ 3-ലേക്ക് വരുന്നത് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. സൂര്യനെ കൊണ്ട് പറഞ്ഞതുപോലെ തന്നെയുള്ളൊരു ഫലം 5-ൽ നിൽക്കുമ്പോൾ പറയുന്നതായിട്ടുള്ള ആ ഫലത്തിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള ഫലമാണല്ലോ 6-ലേക്ക് വരുമ്പോൾ. അതുപോലെ തന്നെ 2-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലത്തിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള വളരെ നല്ല ഫലമാണ് 3-ലേക്ക് വരുമ്പോൾ. നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ്. നമ്മളെല്ലാവരും ആരാധിക്കുന്നതായിട്ടുള്ള സുബ്രഹ്മണ്യ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ട് എന്ന് തന്നെയാണ് ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കുന്നത്. ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടാണ്. ഈശ്വര അനുഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ വരിക. തർക്കങ്ങളും വ്യവഹാരങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് അനുകൂലമായിട്ട് വന്ന് ഭവിക്കുക. ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുക. നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഭൂമി വാങ്ങുവാനായിട്ട് സാധിക്കുക. കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. അതായത് 20-ാം തീയതിക്ക് ശേഷം ചൊവ്വ 3-ലേക്ക് വരുന്നത് ഇടവക്കൂറുകാർക്ക് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ വരുന്ന ഒക്ടോബർ മാസത്തിലെ 10-ാം തീയതി വരെ ബുധൻ 5-ലാണ് നിൽക്കുന്നത്. 5-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് ഭാര്യ, ഭർത്തൃ, പുത്ര കലഹമൊക്കെ വന്നു ചേരുക. നമ്മളുടെ കുടുംബത്തിൽ കലഹം ഉണ്ടാകുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു പരിധിവരെ ഈ കലഹം വന്നു ചേരുന്നത് നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക.
അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. 10-ാം തീയതിക്ക് ശേഷം 6ലേക്ക് വരുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയും സൂചിപ്പിക്കുന്നു. കാര്യവിജയം വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് അനുഭവേദ്യമായിട്ട് വരിക, ജോലി സംബന്ധമായിട്ടൊക്കെ പ്രമോഷൻ ലഭിക്കുക, പലവിധ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് 6ലേക്ക് ബുധൻ വരുമ്പോൾ സൂചിപ്പിക്കുന്നത്. ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് കുറച്ചു കാലമായിട്ട് ഈ ഫലത്തെ തന്നെയായിരിക്കും നിങ്ങൾ കേട്ടിരിക്കുക. കുറച്ച് മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ധനപരമായിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ വിചാരിക്കാതെ തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുക, വിചാരിക്കാതെ തന്നെ മറ്റു പലരോടും നമുക്ക് കലഹം വന്നു ചേരുക, നമുക്ക് വേണ്ടുന്ന ബുദ്ധി നമുക്ക് തോന്നാതിരിക്കുക. അപ്പോൾ ഈ വേണ്ട ബുദ്ധിയൊക്കെ നമുക്ക് വന്നു ചേരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമമൊക്കെ ജപിക്കുക. 13-ാം തീയതി വരെ ശുക്രൻ 6ലാണ്, അതിനുശേഷം 7ലേക്ക് വരും. 6ൽ നിൽക്കുമ്പോഴും 7ൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് അത്ര നല്ല ഫലമല്ല പറയുക. 6ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ശത്രുക്കളെ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെയാണ് പറയുന്നത്. അതേപോലെ തന്നെ രോഗദുരിതങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെയും പറയുന്നു. 7ലേക്ക് വരുമ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നു ചേരുന്ന അരിഷ്ടതയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 6ൽ നിൽക്കുമ്പോഴും 7ൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ചോറ്റാനിക്കര ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ സർവജ്ഞേ സർവവരതേ സർവദുഷ്ടഭയങ്കരി സർവസ്യ ആർത്തി ഹരേ ദേവി നാരായണി നമോസ്തുതേ ലളിതങ്ങളായിട്ടുള്ള സ്തോത്രങ്ങൾ ജപിക്കുക. അപ്പോൾ ഈ ശുക്രനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഈ മോശഫലങ്ങളെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. കണ്ടകശനി സ്ഥാനമായിട്ടുള്ള 10ലാണ് കുറച്ചു കാലമായിട്ട് ശനി അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്ക് തന്നെ അറിയാം. കർമ്മസിദ്ധി ഉണ്ടാവും എന്നുള്ളൊരു നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. പക്ഷേ അതിനനുസരിച്ച് ധനം വന്നു ചേരാത്തൊരു ഫലത്തെയും സൂചിപ്പിക്കുന്നു, ധനത്തിന് ചെലവ് വന്നു ചേരുന്നൊരു ഫലത്തെയും സൂചിപ്പിക്കുന്നു. ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വിദ്യാപരമായിട്ടും വിദ്യയ്ക്കും യശസ്സിനും ഹാനി വന്നു ചേരുക. അതായത് കുട്ടികൾക്കൊക്കെ പഠിക്കാൻ ബുദ്ധിയുണ്ട് എന്നുണ്ടെങ്കിൽ പോലും പഠിക്കാൻ തോന്നാതിരിക്കുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു. ശനൈശ്വരായ നമ എന്നുള്ള നാമം ജപിക്കുക. അപ്പോൾ ഈ ശനിയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെയും നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്കൊരു ഓരോ രോഗദുരിതങ്ങൾ വന്നു ചേരുമ്പോൾ നമ്മളൊരു ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ ഡോക്ടർ മരുന്ന് തന്നു, ആ മരുന്ന് നമുക്ക് കഴിക്കുമ്പോൾ ആ രോഗദുരിതങ്ങൾ ഇല്ലാതാകുമല്ലോ ഇല്ലേ എന്ന് പറയുന്നത് പോലെ തന്നെ ഓരോ ഗ്രഹങ്ങളെ കൊണ്ടുള്ള ആ മോശമായിട്ടുള്ള ഫലങ്ങളെ മാറ്റുവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും ഒക്കെ തുടർന്നു കഴിഞ്ഞാൽ ഈ മോശഫലങ്ങളൊന്നും നമ്മളിലേക്ക് വന്നു ചേരില്ല. എന്തായാലും ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാം. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക. 9497095577 എന്ന നമ്പർ വാട്സപ്പ് മാത്രം ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. നന്ദി, നമസ്കാരം.